എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 പരീക്ഷേൻ്റെ ഡേറ്റും ടൈം ടേബിളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. 4 പാർട്ടായിട്ടാണ് മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഇനി ഒരുപാട് പഠിച്ചിട്ടില്ല എന്ന് ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതെങ്കിലും ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്കിലും നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് ഏരിയൻ്റെ പുറത്തേക്ക് പോയി എന്നൊക്കെ തോന്നാം. പക്ഷേ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് 1 to 16 ആണ്. എല്ലാം കൂടി ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ ലെങ്തി വീഡിയോ ആവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം പാർട്ടായിട്ട് ഞാൻ ഈ വീക്ക് തന്നെ ഫുള്ള് ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ 60 മാർക്കിനാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്, അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ ആദ്യത്തെ 20 മിനിറ്റ്സിൽ കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുള്ള എല്ലാം മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് വേഗം എഴുതുക 2 മണിക്കൂറിനുള്ളിൽ. അപ്പം കൂൾ ഓഫ് ടൈമിൽ വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങുക. പിന്നെ കാൽക്കുലേഷൻസ്, ഫിഗേഴ്സ് ആൻഡ് ഗ്രാഫ്സ് ഷുഡ് ബി ഷോൺ ഇൻ ദ ആൻസർ ഷീറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് മലയാളം വേർഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈസ് ഓൾസോ പ്രൊവൈഡഡ്. മലയാളത്തിലും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ സപ്പോസ് നമുക്ക് വായിച്ചിട്ട് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വായിച്ചു നോക്കുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ. അതേപോലെ ഇക്വേഷൻസ് വേണ്ട സ്ഥലങ്ങളിൽ ഇക്വേഷൻ എഴുതണം. ഇലക്ട്രോണിക് ഡിവൈസസ് എക്സെപ്റ്റ് നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ 1 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താ പറയുക, 3 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണമാണ് എഴുതേണ്ടത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള 100% ഗ്യാരണ്ടി ഉള്ള 3 ആൻസേഴ്സാണ് അവിടെ എഴുതേണ്ടത്. നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് എനർജി. ലൈറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഏതാണെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒപ്റ്റിക്സ് ആണ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാവിറ്റേഷൻ നമുക്ക് ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, വീക്കസ്റ്റ് ഫോഴ്സും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ്. ഇത് നമ്മുടെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ഫ്രിക്ഷൻ എന്നുള്ളതിൽ വരുന്നതാണ്. ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് എഴുതാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതാണ് എന്ത്, നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഫോഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്തുള്ള ആ ഫ്രിക്ഷനാണ് എന്ത്, ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് കോൾഡ് ആസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം. ഇറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുകയാണ് ആംഗുലാർ മൊമെൻറ്റം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ. അപ്പം ഇവിടെ ഡയറക്റ്റ് ഇക്വേഷനാണ് എഴുതേണ്ടത്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഓരോ മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത്രയും 5 ക്വസ്റ്റ്യനും എഴുതുമല്ലേ, നിങ്ങൾക്ക് അറിയണത് എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒന്ന് റോങ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ P is equal to 1/3 N/m(v)². നിങ്ങൾ കൈനറ്റിക് തിയറീൻ്റെ ചാപ്റ്ററിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഇരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസ് എങ്കിലും ഒന്ന് നോക്കി വെക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 16. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ട് 5 എണ്ണം എഴുതിയാൽ മതി. എല്ലാത്തിനും എത്രയാണ്, 2 സ്കോർ. 5 ക്വസ്റ്റ്യൻ ആണ്. ആ പാറ്റേൺ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ.
അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനാണ് എക്സ്ട്രാ, 6 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടും നിങ്ങൾക്ക്. 5 ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്, 11 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എണ്ണത്തിന് മാത്രമേ ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് നീങ്ങേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ആ കൂൾ ഓഫ് ടൈമിൽ ഷുവർ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഇമ്മീഡിയറ്റ് എഴുതാൻ തുടങ്ങുക ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ SI യൂണിറ്റ്സ് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇലക്ട്രിക് കറണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലേ പഠിച്ച SI യൂണിറ്റ് ആണ് എന്ത്, ഇലക്ട്രിക് കറണ്ടിൻ്റെ. ഇവിടെ നമ്മൾ 11th ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ്? ആംപിയർ. ആംപിയർ വേണമെങ്കിൽ നമുക്ക് എന്ന് കൂടി എഴുതാം. എന്ന് മാത്രം എഴുതണം ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല, ആംപിയർ തന്നെ എഴുതുക. അതേപോലെ പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളാണ് നമ്മൾ ഇപ്രാവശ്യം പഠിച്ചിരിക്കുന്ന പുതിയൊരു സംഭവം. അപ്പം പ്ലെയിൻ ആംഗിളിൻ്റെ എന്താണ്? റേഡിയൻ. റേഡിയൻ എങ്ങനെ എഴുതുക? RAD, നമ്മൾ സ്മോൾ ലെറ്ററിൽ. അതിപ്പോൾ ഇനി സോളിഡ് ആംഗിളാണ് ചോദിച്ചതെങ്കിൽ എന്തെഴുതും? സ്റ്റെറേഡിയൻ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈസി അല്ലേ? 7th ക്വസ്റ്റ്യൻ. ഇത് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേഡ് 9th സ്റ്റാൻഡേർഡ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് തന്നെ നമ്മൾ 9th പഠിക്കുന്ന എന്ത് ചലന സമവാക്യങ്ങളും അങ്ങനെ എന്താ പറയുക, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനൊക്കെ പഠിക്കുന്നതിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ പഠിച്ചിട്ടില്ലേ? അതേ സംഭവമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സർക്കുലാർ പാത്ത് ഓഫ് റേഡിയസ് 10 meter ആസ് ഷോൺ ബിലോ. അപ്പോൾ റേഡിയസ് എത്രയാണ്? 10 meter. If it travels from A to B, find the distance and displacement of the body. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? റേഡിയസ്. റേഡിയസ് R is equal to 10 meter. If it travels from A to B, find the distance and displacement of the body. Distance എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാത്ത് കവേർഡ് ആണ് എന്ത് ഡിസ്റ്റൻസ് പറയണത്. അപ്പം ഇത് ഹാഫ് ദ സർക്കിൾ ആണ് കവർ ചെയ്യുന്നത്. ഇവിടെ A to B വരുമ്പോൾ ഒരു സെമി സർക്കിൾ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു എത്ര വരും? πr അല്ലേ? 2πr ആണ് എന്ത് മൊത്തം സർക്കംഫറൻസ് വരിക. അപ്പം ഹാഫേ വന്നിട്ടുള്ളൂ. അപ്പം πr വരും. അപ്പോൾ എത്ര എഴുതാം നമുക്ക്? 3.14 മൾട്ടിപ്ലൈഡ് ബൈ 10 മീറ്ററിൽ തന്നിരിക്കുന്നത്, SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം 31.4 മീറ്റേഴ്സ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള ലെങ്ത് അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ അതെത്ര വരും? 2 times ദ റേഡിയസ്. അപ്പോൾ 2 times റേഡിയസ് തന്നിരിക്കുന്നത് 10 meters. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 meter. ഇതേ ക്വസ്റ്റ്യൻ A to Bക്ക് പകരം A തന്നെ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr വരും, ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും. എന്തുകൊണ്ടാണ്? 2πr വരുന്നത് ഫുൾ സർക്കിൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും. A to A ആണ് വരുന്നതെങ്കിൽ അത് ഒരേ സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിൻറ്റും സെയിം ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അത് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ മോഡൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് കാരണം ചിലപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനൊരു ചാൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കാം? ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ഞാൻ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. വർക്ക് ഡൺ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. റൈറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ് ആർ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഈസി റിവിഷൻ നമുക്കൊന്ന് നടത്താം. വർക്ക് ഡൺ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ. വർക്ക് ഡൺ നെഗറ്റീവ് എങ്ങനെയാണ് വരിക? വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് പറ്റും? വർക്ക് ഡണ് നെഗറ്റീവ് വരും. അപ്പോൾ 0 വർക്ക് ഡൺ എങ്ങനെയാണ് വരിക? 0 വർക്ക് ഡൺ എന്നുള്ളത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് പറ്റും? 0 വർക്ക് ഡൺ ആയിരിക്കും. ഇത്രയും ഓർമ്മിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ നിങ്ങൾ എവിടെ കണ്ടെങ്കിലും അവിടെ നെഗറ്റീവ് വർക്ക് ഡൺ ആണെന്ന് ഓർമ്മിക്കുക. ഒന്നും ആലോചിക്കാനില്ല. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്.
Any work done by centripetal force on a body moving in a circular path. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം സർക്കുലാർ പാത്ത് യൂണിഫോം സർക്കുലാർ മോഷനിൽ നമുക്കറിയാം ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ടാൻജൻഷ്യൽ ടു ദാറ്റ് പോയിന്റ് അല്ലേ. ഒരു പോയിന്റിൽ നമുക്കൊരു അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ആ സർക്കുലാർ പാത്തിൻ്റെ ആ പൊസിഷനിൽ ടാൻജൻ്റ് ആയിട്ടായിരിക്കും എന്ത് വെലോസിറ്റി വെക്ടർ വരിക. അതേസമയം നമുക്ക് പറയാം ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് മീൻസ് ഇറ്റ് ആക്ട്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലാർ പാത്ത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് സീറോ വർക്ക് ഡൺ. ഓക്കെ. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, താഴോട്ടാണ് എപ്പോഴും ഉള്ളത്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, താഴോട്ടാണ്. അപ്പം ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ എത്ര വരും, എന്ത് വരും, പോസിറ്റീവ് വരും. ഇനി വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്സ് അലോങ് എ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. അപ്പോൾ ഒരാൾ ഇവിടെ വെയിറ്റ് ഉണ്ട്, അയാളുടെ തലയിൽ ഒരു വെയിറ്റ് ഉണ്ട്. അയാൾ എന്നിട്ട് ഹൊറിസോണ്ടലായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് പറ്റുക, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടലാണ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, സോ ദ വർക്ക് ഡൺ ഈസ് 0. ഓക്കെ. അപ്പം ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനിയിപ്പം ഒരുപാട് ക്ലാസ് ഒന്നും നോക്കി പഠിക്കേണ്ട സമയം ഉണ്ടാവില്ല. ഇതേ എക്സാമ്പിൾസ്, ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഇതേ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ക്ലാസ് കേട്ട കുട്ടികൾക്ക് അറിയാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഇത് 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 1/2 മാർക്ക് വീതമായിരിക്കും ഓരോന്നിനും അലോട്ട് ചെയ്യാതിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യണത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. ഈ ടൈപ്പ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്നുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. The magnitude of kinetic energy of a body is k. What is the kinetic energy if its velocity is doubled? അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി k is equal to half mv². ഇതേ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ മെത്തേഡിൽ ചെയ്താൽ മതി. വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്? അപ്പോൾ പുതിയതായിട്ടൊരു വെലോസിറ്റി പറയാണ്, വി ഡാഷ് എന്ന് എടുക്കാം. വി ഡാഷ് ഇസ് ഈക്വൽ ടു 2 times ദ ആക്ച്വൽ വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് ഒരു 5 m/s പോണതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്രയാണ്, 10 m/s ആയിരിക്കും. അതായത് വെലോസിറ്റി ഡബിളായി. അപ്പോൾ ന്യൂ കൈനറ്റിക് എനർജീനെ ഞാൻ കെ ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ. മാസ് മാറിയിട്ടില്ല, സെയിം ആണ്, വെലോസിറ്റി മാത്രമേ മാറിയിട്ടുള്ളൂ. ഹാഫ് എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. അപ്പം ഹാഫ് എം ഇൻറ്റു വി ഡാഷ് എത്രയാണ്, 2v. അപ്പോൾ 2v ദ ഹോൾ സ്ക്വയർ വരും. ഹാഫ് എം ഇൻറ്റു 4v². അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ 4ഉം ഈ 2 ഒക്കെ ക്യാൻസൽ ചെയ്യാമെന്ന്. അല്ല. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്? അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാം, ഈ 4നെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 4 times half mv². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കെ ഡാഷ് ഇസ് ഈക്വൽ ടു 4 times half mv² എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഹാഫ് mv² കെ ആണ്. അപ്പോൾ 4 times k, അതായത് കൈനറ്റിക് എനർജി 4 ഇരട്ടിയാവും. അപ്പോൾ 4 times ആയിട്ട് ഇൻക്രീസ് ആവും എന്ത്, കൈനറ്റിക് എനർജി. അപ്പോൾ ഇതേപോലെ മാസിൻ്റെ കാര്യത്തിൽ ഡബിൾ തന്നാലും അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതെല്ലാവർക്കും അറിയുന്ന ലോ ആണ്. ഇത് ലോസ് ഒക്കെ എന്തായാലും പഠിച്ചിരിക്കണം, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അത് കമ്പൽസറി ആയിട്ട് എല്ലാ ലോസും പഠിച്ചിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്? എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്റ്റ് വിത്ത് എ ഫോഴ്സ് which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ gm1 m2 ഡിവൈഡഡ് ബൈ r², ഇത് കൂടി എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, ഓരോന്നും 1 മാർക്ക് വീതം. നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബവ് ഫിഗർ.
അപ്പോൾ നമ്മൾ ഇത് ഈ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്കറിയാം ഈ തീറ്റ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ് ഈ തീറ്റ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വേറെ ഒന്നും ആലോചിക്കാനില്ല ഇറ്റ്സ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പം ഇവിടെ ഷിയറിംഗ് സ്ട്രെയിൻ എഴുതിയാൽ മതി. ഷിയറിംഗ് സ്ട്രെയിൻ എഴുതിയ കുട്ടികൾക്ക് 1 മാർക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടി. ഷിയറിംഗ് സ്ട്രെയിൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ നോക്കൂ, നമുക്ക് ന്യൂമറിക്കലായിട്ടൊന്നും വന്നിട്ടില്ല അങ്ങനെ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ആണ് എന്താ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ തീറ്റയാണ് ഇവിടുത്തെ ഷിയറിംഗ് സ്ട്രെയിൻ. എത്രയാണ് ആ ഷിയർ വന്നിരിക്കുന്നത്? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് എന്ത്? ഷിയറിംഗ് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. അപ്പം ദിസ് സ്ട്രെയിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിന് മുന്നേ വേറെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും മാർക്ക് അങ്ങോട്ട് പോകും. ഇത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ സെപ്പറേറ്റ് ഒരു ക്ലാസ്, സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ. അന്ന് കുറേ കുട്ടികൾ ചോദിച്ചതാണ്, ഇതൊക്കെ ചോദിക്കുമോ, നമ്മുടെ യങ്സ് മോഡുലസ് ചോദിക്കുമോ, അതൊക്കെ നമ്മുടെ മോഡൽ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചോദിക്കും. ഫോക്കസ് ഏരിയയിൽ ഹെഡിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. അപ്പം സ്ട്രെസ് ബൈ സ്ട്രെയിൻ നിങ്ങളിങ്ങനെ എഴുതിയാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഹുക്സ് ലോ പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. ഹുക്സ് ലോണ് എന്ത് പറയണത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റൻറ്റ് എന്ന്, അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം അവിടെയാണ് നമ്മൾ പലതരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചത്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലേ? അപ്പം യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, അത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ഇതിൽ ഏത് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. അടുത്തത്, കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ. അപ്പം എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. തെർമോഡൈനാമിക്സിൽ ഹീറ്റ് എൻജിൻസിലുള്ള ഇക്വേഷൻ ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിപ്പോൾ പഠിച്ചാലും കൂടി നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ 1 മൈനസ് T2 ബൈ T1. അപ്പം എത്രയാണ് ഇവിടെ? 1 മൈനസ് ഇറ്റ്സ് വർക്കിംഗ് ബിറ്റ്വീൻ 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ. അപ്പം 273 ഡിവൈഡഡ് ബൈ 373. അപ്പം 1 മൈനസ് ഇവിടെ ഈ 273 ബൈ 373 ചെയ്ത് കഴിഞ്ഞാൽ 0.732 വരും. നിങ്ങൾക്ക് നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേഷൻ അവിടെ ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പം 1 മൈനസ് 0.732, അപ്പോൾ എത്ര കിട്ടും? 0.268 എന്ന് കിട്ടും എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി പെർസെൻറ്റേജ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ സാധാരണ എഫിഷ്യൻസി എഴുതുന്നത്. അപ്പം 26.8% ആണ് എന്ത്? എഫിഷ്യൻസി ഓഫ് ദിസ് ഹീറ്റ് എൻജിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ്? അപ്പം ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഹാപ്പൻസ് വിത്ത് വോള്യൂം കോൺസ്റ്റൻറ്റ്. ഐസോബാരിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻറ്റ്. അപ്പം വോള്യൂം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ, ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. തെർമോഡൈനാമിക് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് കോൺസ്റ്റൻറ്റ് വോള്യൂം, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ്? കോൺസ്റ്റൻറ്റ് വോള്യൂം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. അപ്പം W ഇസ് ഈക്വൽ ടു P ഡെൽറ്റ വി ആണ്. അപ്പം നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ദ ഐസോകോറിക് പ്രോസസ് ഇസ് 0. ഇനി സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പം നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ dL/dt is equal to the external torque. അത് എഴുതിയാൽ മതി. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, the torque remains
the rate of change of angular momentum is equal to the external torque. അതാണ് എന്ത് the conservation of angular momentum പറയുന്നത്. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റേറ്റ് ഓഫ് ഇത് എന്താ പറയുക ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ അറിയില്ലേ, ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അപ്പം ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ഇഫ് ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0 നമുക്ക് പറയാം എന്താണ് the angular momentum is equal to a constant. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് 0. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാതിരിക്കുമ്പം ഒരു സിസ്റ്റത്തിൽ അതിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ വെച്ച് ഇങ്ങനെ ഇത് 2 മാർക്കിൻ്റെ ആയത് കാരണം നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും മതി, ഏതായാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ dl/dt ഈസ് ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ. അപ്പോൾ ടോ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ dl/dt ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് 0, ദാറ്റ് മീൻസ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലീനിയർ ദ ആംഗുലാർ മൊമെൻറ്റം L റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ള ആൻസർ അവിടെ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തേക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Find the torque of a force L 7I plus 3j minus 5k about the origin. The force acts on the particle whose position vector is I minus j plus k. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫോഴ്സ് വെക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. 7I plus 3j minus 5k. പൊസിഷൻ വെക്ടർ R തന്നിട്ടുണ്ട്. I മൈനസ് ജെ പ്ലസ് കെ. നമുക്ക് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടോയിൻ്റെ ഇക്വേഷൻ എന്താ? ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ എഴുതുക. അത് ആർ ഏതാണ്? ഐ മൈനസ് ജെ പ്ലസ് കെ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും ഐ ജെ കെ. എന്നിട്ട് എന്ത് എഴുതണം? ആർ ക്രോസ് എഫ് ആണ്. ആറിൽ ഐൻ്റെ എത്രയാണ്? 1, ജെയിൻ്റെത് -1, കെയിൻ്റെത് 1. ഫോഴ്സ് വെക്ടർ ഇവിടെ 7, 3, -5. അപ്പം റൊട്ടേഷണൽ മോഷൻ ചാപ്റ്ററിലും പിന്നെ വെക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പം യൂണിറ്റ് വെക്ടർ ഐ ജെ കെ എടുത്തു. കോഎഫിഷ്യൻ്റ് ഓഫ് വെക്ടർ ആർ 1, -1, 1. അതേപോലെ 7, 3, -5. ഇതെങ്ങനെ ചെയ്യും? നമ്മൾ ഐ വെക്ടർ ആദ്യം എടുക്കാം. ഐ ഇൻറ്റു ഈ 2 എന്താ പറയുക ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് -1 ഇൻറ്റു -5 -3 ഇൻറ്റു 1. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതാം -1 ഇൻറ്റു -5 -3 ഇൻറ്റു 1. അടുത്തത് ജെ ആണ്. അപ്പം -j ഇൻറ്റു, അപ്പോൾ ജെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ജെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ജെ ഉള്ള റോയും കോളും, ഇപ്പം നമ്മൾ ആദ്യം ഐ ഉള്ള റോയും കോളും ആണ് എന്ത് നമ്മൾ മാറ്റിയത്. പിന്നെ ജെ ഉള്ളത് മാറ്റുക. അപ്പം 1 ഇൻറ്റു -5 -7 ഇൻറ്റു 1 പ്ലസ് കെ ഇൻറ്റു, ഇവിടെ എത്ര വരും? കെൻ്റെ എടുത്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 3 -7 ഇൻറ്റു -1. അപ്പോൾ എത്ര കിട്ടും? ഐ ഇൻറ്റു -5 ഇൻറ്റു 1 എത്ര? -1 5 കിട്ടും. 5 -3 -j ഇൻറ്റു -5 -7 പ്ലസ് കെ ഇൻറ്റു 3 പ്ലസ് 7. അപ്പോൾ എത്ര കിട്ടും? 5 -3 2. അപ്പോൾ 2i -5 -7 -12 -12 ജെ വരും. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. അപ്പം പ്ലസ് 12j പ്ലസ് 3 + 7 10k. അപ്പോൾ 2i പ്ലസ് 12j പ്ലസ് 10k. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആർ ക്രോസ് എഫ് എന്നുള്ള ഫോമുല അറിയണം. പിന്നെ ഈ ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ ഈ കാൽക്കുലേഷൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഒന്നുകൂടി പറയാം. നമ്മൾ ഐ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ അതിൻ്റെ ഐ ജെ കെൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇവിടെ എഴുതും. എന്നിട്ട് ഈ ഐ വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ -1 ഇൻറ്റു -5 -3 ഇൻറ്റു 1 മൈനസ് ജെ എടുത്തു കഴിയുമ്പം
അത് ഓർമ്മിക്കണം, ആൾട്ടർനേറ്റ് മൈനസ് പ്ലസ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മൈനസ് പിന്നെ പ്ലസ്. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം മൈനസ് ജെ ഇൻറ്റു, അപ്പോൾ ഇത് എടുത്തിട്ട് 1 ഇൻറ്റു -5 മൈനസ് 7 ഇൻറ്റു 1 പ്ലസ് കെ ഇൻറ്റു 1 ഇൻറ്റു 3 മൈനസ് -1 ഇൻറ്റു 7. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബുക്സും ഒക്കെ വായിക്കുക, അതിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ വായിച്ച് നോക്കുക. അപ്പം നാളെ തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് 17 to 24 അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒന്നിച്ച് വരുന്നത് പോലെ തോന്നും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 17 to 24 ആണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, നന്നായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അത്രേ ദിവസമുള്ളൂ. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ക്ലാസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത പാർട്ടുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.